എൻ്റെ ഫ്രണ്ടായ ഒരു ടീച്ചർ എന്നോട് പറഞ്ഞു, മാതാപിതാ ഗുരു ദൈവം എന്ന് കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കുമ്പോൾ, ഒരു ലൂപ്പ് ഹോൾ ഇല്ലാത്ത രീതിയിൽ കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കുമ്പോൾ അതിന് ചില അപകടങ്ങളുണ്ട്. അതായത് ഒരു 10 കുട്ടികളെ എടുത്താൽ 9 കുട്ടികളുടെ വീടും സേഫ് ആയിരിക്കാം, സെക്യൂർ ആയിരിക്കാം, ഹാപ്പി ആയിരിക്കാം കുട്ടികൾ. ഒരു കുട്ടിയുടെ വീട്ടിൽ അബ്യൂസീവ് അറ്റ്മോസ്ഫിയർ ആയിരിക്കാം, പാരൻസ് അബ്യൂസീവ് ആവാം, സിബ്ലിങ്സ് അബ്യൂസീവ് ആവാം, ആരും അബ്യൂസീവ് ആവാം. അപ്പോൾ ഇങ്ങനെ മാതാപിതാക്കളുടെ കാര്യമെല്ലാം വളരെ ഹൈലൈറ്റ് ചെയ്ത് ഭയങ്കര ഒരു വെർച്വസ് ആയിട്ട് മാത്രം പറയുകയും അങ്ങനെ അല്ലാതൊരു ഓപ്ഷൻ ഇല്ല എന്നുള്ള രീതിയിൽ പഠിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് അവരുടെ പ്രയാസങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ ഒരു സ്ഥലമില്ലാതെ വരുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്, അച്ഛനല്ലേ, അമ്മയല്ലേ, സഹോദരങ്ങളല്ലേ, അധ്യാപകരല്ലേ എന്നെല്ലാം പറഞ്ഞ് എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ അവർ വഴക്കു പറയുന്നത്, തല്ലുന്നത് എന്നെല്ലാം പറയും. ഇത് ഞാൻ പറയുന്നത് ഇപ്പോൾ അധ്യാപകർ കുട്ടികളെ ശിക്ഷിക്കാനും ഗൈഡ് ചെയ്യാനും വരെ പ്രയാസമാകുന്ന സാഹചര്യമുണ്ട്. അത് വേറെ തരത്തിലുള്ള ഒരു ഓവറായിട്ടുള്ള അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ഇടപെടൽ, അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ജെന്യുവിൻ ആയിട്ടുള്ള അബ്യൂസസ് അനുഭവിക്കുന്ന ആൾക്കാരുടെ കാര്യമാണ് ഇപ്പൊ ഞാൻ പറയുന്നത്. ജെന്യുവിൻ ആയിട്ടുള്ള അബ്യൂസസ് അനുഭവിക്കും. നമ്മൾ പറയില്ലേ, 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന് പറയുന്നത് പോലെ നീതി അല്ലെങ്കിൽ ജസ്റ്റിസ് എല്ലാവർക്കും ആവശ്യമുണ്ട്. കുഞ്ഞുമക്കളുടെ സഫറിങ്സ് കാണാനും ഒരു പ്ലാറ്റ്ഫോം ആവശ്യമാണ്. കുട്ടികളുടെ ഇതുപോലെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു അവസരത്തിൽ ഈ ക്രിമിനൽ ടെൻഡൻസി ഉള്ള ആൾക്കാര് വളരെ സംരക്ഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഒരമ്മ മകള് അമ്മയോട് പറയുന്നു, അമ്മേ എന്നോട് ഇന്ന അങ്കിള് മോശമായിട്ട് പെരുമാറുന്നു. അയ്യോ അത് നല്ല അങ്കിളാണ് മോളെ, അത് സ്നേഹം കൊണ്ടാണ് എന്നൊക്കെ പറയുന്ന അവസ്ഥ ഇപ്പൊ പോലും കാണുന്നുണ്ട്. ഇപ്പൊ പോലും കേസുകൾ അങ്ങനെ കാണുന്നുണ്ട്. അപ്പൊ അത് ആ കുഞ്ഞ് പിന്നെ എന്ത് ചെയ്യും? ഒരു കുട്ടിയെ സംബന്ധിച്ച് വീട് സെക്യൂർ അല്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ടീച്ചറിന്റെ അടുത്ത് പറയാനായിട്ട് സാധിക്കണം. ടീച്ചർ സെക്യൂർ അല്ല എന്ന് കുട്ടിക്ക് തോന്നുകയാണെങ്കിൽ അവിടുത്തെ പ്രിൻസിപ്പലിന്റെ അടുത്തോ HMന്റെ അടുത്തോ വേറെ ഏതെങ്കിലും സബ്ജക്ട് ടീച്ചറിനോടോ പറയാൻ പറ്റണം. ഇനി അതിലൊന്നും കോൺഫിഡൻസ് വരുന്നില്ലെന്നുണ്ടെങ്കിൽ സ്കൂൾ കൗൺസിലറിനെ സമീപിക്കണം. സ്കൂൾ കൗൺസിലറും ആ കുട്ടിക്ക് കംഫർട്ടബിൾ അല്ലെന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും കൂട്ടുകാരിയുടെ അമ്മയോ അങ്ങനെ ആരെങ്കിലും ഒരു കുട്ടിക്ക് വേണം. ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്കൂളോ ഒരു കുടുംബമോ ഒരു അന്തരീക്ഷമോ ഒരു സമൂഹമോ ഉണ്ടാവില്ല. പക്ഷെ കുഞ്ഞുങ്ങൾക്ക് പ്രശ്നം വരുമ്പോൾ അതിനെ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുക എന്നുള്ളതും വേണ്ട പരിഹാരങ്ങൾ കാണുക എന്നുള്ളതും നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്.